കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഈയിടെയുണ്ടായ ഒരു കൂടോത്ര വിവാദം അത് ഒഴിച്ചു നിർത്തിയാൽ പൊതുവേ ഒരു ശാന്തതയാണ് കാണുന്നത്. അടിത്തട്ടിൽ അല്ലെങ്കിൽ ഉള്ളിൽ പല വിഷയങ്ങളെന്ന് ഉരഞ്ഞു പൊന്തുന്നുണ്ടാവണം. നമുക്കറിയാം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. നമ്മുടെ താല്പര്യക്കാരെയും സിൽബന്ദികളെയൊക്കെ അവിടെ മത്സരിപ്പിക്കാൻ സാധിക്കണം, ജയിപ്പിക്കണം. അതുപോലെ 2 വർഷം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ അവിടെ നമ്മുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ, നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നവരുടെ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ടേ പാർട്ടി അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവർ അടിയന്തരമായി പ്രാധാന്യം നൽകുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനാണെന്നാണ് പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവർക്ക് വലിയ പ്രതീക്ഷയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്ട് 111 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ UDF 1ാം സ്ഥാനത്താണ്. അതൊരു നല്ല സൂചനയാണല്ലോ. പക്ഷേ 5 വർഷം മുമ്പത്തെ കഥ ഓർക്കാതാണ് പലരും ഇതിനകത്ത് വളരെ വലിയ തോതിൽ ആശ്വാസം കൊള്ളുന്നത്. 2019 121 120 സീറ്റുകളിൽ UDF മുന്നിലായിരുന്നു. എന്നിട്ടും അവസാനം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താണ് കണ്ടത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈസി വാക്ക് ഓവർ എന്ന് പലരുമൊക്കെ കരുതുന്നുണ്ടെങ്കിലും ഈ നിയമസഭ എന്ന് പറയുന്ന കടമ്പാത്ര എളുപ്പമുള്ളതായിരിക്കില്ല എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹവുമായി മനോരമ ന്യൂസിൽ ജോണി ലൂക്കോസ് നടത്തിയ ഒരു അഭിമുഖ സംഭാഷണം വളരെ ശ്രദ്ധേയമാകുന്നത്. വേണു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. സൂപ്പർ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു തലത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഈ സംഘടനാ ജനറൽ സെക്രട്ടറി പദം തൊട്ടു മുമ്പ് വഹിച്ചിരുന്നത് അഹമ്മദ് പട്ടേലാണ്. വലിയ സ്വാധീനമായിരുന്നു അദ്ദേഹത്തിന്. അന്ന് സോണിയാഗാന്ധിയുടെ കാലമാണ്. പകലുറങ്ങുകയും രാത്രി ജോലി ചെയ്യുകയും ചെയ്യുന്ന ദേഹമായിരുന്നു അഹമ്മദ് പട്ടേൽ. വേണു അങ്ങനല്ല, പകലും രാത്രിയും ഒരുപോലെ ജോലി ചെയ്യുന്ന, പണിയെടുക്കുന്ന ജനറൽ സെക്രട്ടറിയാണ്. AICC പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആണ്. പക്ഷേ അദ്ദേഹം എപ്പോഴും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒപ്പമായിരിക്കും. എപ്പോഴും സമീപസ്ഥനാണ്. ഏത് വിഷയങ്ങളിലും കാര്യങ്ങളിലും വേണു വേണുവിൻ്റെ ഇടപെടലുണ്ടാവും. AICC ആഫീസിൽ വേണു അറിയാതെ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള വ്യക്തിയാണിപ്പോൾ KC വേണുഗോപാൽ. ആ KC വേണുഗോപാലാണ് സംസാരിക്കുന്നത്. കേരളത്തിലെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുന്നു. ഇതിനിടെ ഒരു കാര്യം കൂടെ പറയട്ടെ. ചിലപ്പോൾ KC വേണുഗോപാൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡറായേക്കും എന്നും കേൾക്കുന്നുണ്ട്. നല്ല ശുക്രദശയാണ് ഇപ്പോൾ വേണുവിന്, നല്ല കാലമാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥാനത്തേക്കും വന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഈ സംഭാഷണം അങ്ങനെ വളർന്ന് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ചോദ്യത്തിലേക്ക് എത്തുകയാണ്. 2 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? വേണുവിനെ പറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. അദ്ദേഹമുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ AICCയുടെയൊക്കെ പ്രതിനിധിയായിരുന്നു. അവിടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് മുന്നണിക്ക്, ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു. അദ്ദേഹം അവിടെ നിൽക്കുന്നു. പിന്നീട് K മുരളീധരനുണ്ട്. അതും പോരാഞ്ഞിട്ട് തിരുവനന്തപുരത്തെ നമ്മുടെ MP ശശി തരൂറുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയേറെ ആളുകൾ കോൺഗ്രസ്സിലുണ്ട്, കോൺഗ്രസ്സിന് പുറത്തുമുണ്ട്. അപ്പോൾ ആരായിരിക്കും ഇക്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി? ആർക്കാണ് അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്? ഇവിടെയാണ് വേണുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന. അതിനെ ഒരു പ്രസ്താവനയെന്നല്ല, ഒരു പ്രഖ്യാപനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറയുന്നു, ആ കൂട്ടത്തിൽ നിന്ന് എന്നെ അങ്ങ് മൈനസ് ചെയ്തേക്കും.
എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാവില്ല. മറ്റുള്ളവർക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അവരെല്ലാവരും വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്, മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യരാണ്. അപ്പോൾ അവർ അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്ന് വേണു പറയുമ്പോൾ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കട്ടെ, ഞാനില്ല എന്നാണ് വേണു പറയുന്നതിൻ്റെ അർത്ഥം. സത്യത്തിൽ വേണുവിൻ്റെ നിലപാട് വളരെ ബുദ്ധിപൂർവമാണ്. ദേശീയ തലത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ആര് കണ്ടു? മോഡി ഗവൺമെൻറ് ഇപ്പോൾ ഭരിക്കുന്നത് 2 ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ്. അവരെപ്പോൾ എവിടെയെങ്കിലും കാലുമാറിക്കൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ പലതും സംഭവിക്കാം ഈ 2 കൊല്ലം കൊണ്ട്. നമ്മുടെ ഒരു സിനാറിയോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴത്തെ സർക്കാർ താഴെ വീഴുന്നു. അപ്പോഴേക്കും ഒരുപക്ഷെ ഇപ്പോൾ മോഡി സർക്കാരിനെ പിന്താങ്ങുന്ന ചില കക്ഷികളുടെ സഹായത്തോടു കൂടി വേണമെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വന്നാൽ നമ്മുടെ വേണു ആരാ? ഒരുപക്ഷെ ഇന്ന് അമിത്ഷായുടെ സ്ഥാനത്ത്, കുറഞ്ഞപക്ഷം രാജ്നാഥ് സിംഗിൻ്റെ സ്ഥാനത്തെങ്കിലും എത്തേണ്ട ആളാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി ലീഡറായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ യാതൊരു സംശയമില്ല, അത് വളരെ സ്വാഭാവികമായ ഒരു പരിണാമമായിരിക്കും. പിന്നെ എന്തിന് അത്തരം ഒരു സാധ്യതകൾ ഡൽഹിയിലുള്ളപ്പോൾ പിന്നെ എന്തിനാണ് കേരളത്തിൽ വന്ന് തായം കളിക്കുന്നത്? നമ്മുടെ വി.ഡി. സതീശനോടും അല്ലെങ്കിൽ മുരളിയോടും ശശി തരൂരിനോടൊക്കെ വർത്തമാനം പറയാൻ നിന്നിട്ട് എന്താ കാര്യം എന്ന് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും. ഈ രാഷ്ട്രീയമെന്ന് പറയുന്നതേ നമുക്കൊരിക്കലും അങ്ങനെ പ്രവചിക്കാൻ പറ്റാത്ത ഒരു മേഖല. ക്രിക്കറ്റ് കളി പോരാ. ഇപ്പോൾ 6 പന്തുകൾ ബാക്കി നിൽക്കെ 30, 34, 35 വരെയോ റൺസ് വിജയലക്ഷ്യമാണെങ്കിൽ ചിലപ്പോൾ ജയിച്ചു എന്ന് വരാം. വളരെ അനിശ്ചിതത്വം നിലനിൽക്കുന്നൊരു കളിയാണ് ക്രിക്കറ്റ്. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയം. അതിലെന്തും സംഭവിക്കാം. ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് മുന്നോട്ട് വരിക, അല്ലെങ്കിൽ ആരാണ് എന്നേക്കുമായിട്ട് താഴെ വീണു പോവുക, ഇതൊന്നും നമുക്ക് രാഷ്ട്രീയത്തിൽ പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇതിനിപ്പം മറ്റൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോയ പലരും അവർക്കൊക്കെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുള്ളവരാ. നമ്മൾ നേരത്തെ പറഞ്ഞ ശശി തരൂർ, അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ്, അല്ലെങ്കിൽ സാക്ഷാൽ നമ്മുടെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ, ഇവർക്കൊക്കെ വേണമെങ്കിൽ തിരികെ വന്ന് കേരളത്തിൽ UDF ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവും. മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിലും ഇവിടെ നിൽക്കാൻ ആഗ്രഹിച്ച ആളാണ് നമ്മുടെ അടൂർ പ്രകാശ്. ഉറപ്പാണ് അദ്ദേഹം UDF വന്നാൽ അദ്ദേഹം ജയിച്ചാൽ ഒരു മന്ത്രിയായിരിക്കും. അങ്ങനത്തെ ഒത്തിരി ആഗ്രഹക്കാർ നിൽക്കുകയില്ലയോ? അപ്പോൾ അവരിലാരെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്ന കാര്യം, അതിൻ്റെ സാധ്യത എന്താണ് എന്ന് വേണുവിനോട് ചോദിക്കുന്നുണ്ട്. വേണു ആ ഒരു ചാൻസ് തന്നെ തട്ടി കൊട്ടയിലിട്ട് കളഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യം പോലുമല്ല. വേണമെങ്കിൽ അത് അന്നേരം നമുക്ക് ആലോചിക്കാം, അതല്ലാതെ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം നടക്കാൻ പോകുന്നില്ല. അതിന് ദേശീയമായ ചില രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ 99 സീറ്റിൽ ജയിച്ചു കോൺഗ്രസ്, പിന്നെ 2 പേരെ കോൺഗ്രസ്സിലേക്ക് ചേർന്നു. അവിടെ ഈ വരാനിരിക്കുന്ന രാഷ്ട്രീയ കളികളിൽ പലതും ഡൽഹിയിൽ നടക്കും സാർ. നമ്മളാരും ഉദ്ദേശിക്കുന്നത് പോലെ ഈ മോദി സർക്കാർ അങ്ങനെ അഭംഗുരം മുന്നോട്ട് പോകുന്നൊന്നും ആരും കരുതിയിട്ട് കാര്യമില്ല. അപ്പോൾ അവിടുത്തെ ഓരോ MP-യും വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കും. ഇപ്പോൾ ശശി തരൂർ ഇവിടെ തിരിച്ചു വന്ന് തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ ജയിക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ കണ്ണൂർ ജയിക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ മാവേലിക്കര ജയിക്കണമെന്നുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെയൊക്കെ കേരള രാഷ്ട്രീയ സ്വപ്നങ്ങൾ അത്ര സാധ്യമല്ലെന്ന്, തീർത്തും അസാധ്യമാണെന്ന് തന്നെ വേണു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വി.ഡി. സതീശൻ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ മുരളി, ഈ 3 പേരിലേക്ക് തൽക്കാലം ചുരുങ്ങുന്നുവെന്നാണ് KC വേണുഗോപാലിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വേണു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പുമില്ല. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ടി മാത്രമാണ്, അല്ലെ ഹൈക്കമാൻഡ് ഗ്രൂപ്പാണ്. ഞാനത് കേട്ടപ്പോൾ കുറച്ച് നാൾ മുമ്പ് നടന്ന ചില സംഭവവികാസങ്ങൾ ഓർത്തു പോവുകയാണ്. അന്ന് കോൺഗ്രസ്സിലൊരു നേതൃമാറ്റമുണ്ടായി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ വരികയാണ്. ആ തെരഞ്ഞെടുപ്പിനെ പറ്റി അതിലാർക്കാണ് ഭൂരിപക്ഷം കിട്ടിയെന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി തൻ്റെ ആത്മകഥയായ കാലം സാക്ഷിയിൽ പറഞ്ഞിരിക്കുന്നത് രമേശിനായിരുന്നു ഭൂരിപക്ഷം, പക്ഷേ സതീശനായി എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ KPCC പ്രസിഡൻ്റായിട്ട് കെ സുധാകരൻ വരുന്നു.
ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് രമേശ് UDF തോറ്റ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഐ ഗ്രൂപ്പ്, അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്ന ഗ്രൂപ്പ് ഏതാണ്ട് ഛിന്ന ഭിന്നമായി. നേതാക്കളൊക്കെ എവിടെ നിൽക്കണമെന്നറിയാതെ നിൽക്കുമ്പോൾ അവരെയൊക്കെ ചാക്കിട്ട് പിടിക്കാൻ, കൂടെ നിർത്താൻ, നമ്മുടെ പക്ഷത്താക്കാൻ പലരും നടത്തിയ പല പല കളികൾ, തന്ത്രങ്ങൾ, ഇതൊക്കെ നമ്മളൊക്കെ അടുത്തു നിന്ന് കണ്ടതാണ് കേട്ടോ. പിന്നീട് ഉമ്മൻചാണ്ടി കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം രോഗഗ്രസ്തനായി. പിന്നീട് അദ്ദേഹം നമ്മിൽ നിന്ന് യാത്രയാവുകയും ചെയ്തു. അപ്പോൾ ആ ഗ്രൂപ്പിലും വലിയ ഭിന്നതകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പലരും ചാക്കിട്ട് പിടിച്ചത് അതൊക്കെ ഓർപ്പിക്കണം. KSUവിൻ്റെ നേതാക്കളെ തിരഞ്ഞെടുത്ത സമയത്ത്, മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കളെ തിരഞ്ഞെടുത്ത സമയത്ത്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ തിരഞ്ഞെടുത്ത സമയത്ത് നടന്ന അന്തർനാടകങ്ങൾ, രാഷ്ട്രീയ കളികൾ ആരും മറന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഗ്രൂപ്പില്ല കോൺഗ്രസ്. എല്ലാവരുടെയും മനസ്സിൽ ഗ്രൂപ്പുണ്ട്. ഓരോരുത്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ വരുമ്പോഴാണ് ഗ്രൂപ്പുകൾ ഇങ്ങനെ വീണ്ടും പൊട്ടി വിടരുകയും വളരുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും ഗ്രൂപ്പില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അഭിമുഖത്തിൽ വേണുഗോപാൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി, ഈ കഴിഞ്ഞ ലോക്സഭയിലുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു കാർബൺ കോപ്പി 2 വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. ചിലരൊക്കെ അമിത പ്രതീക്ഷയിലാണെങ്കിലും വേണു വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് ഈ കാര്യത്തെ സമീപിക്കുന്നത്. അദ്ദേഹം പാർട്ടിയിൽ സംഘടനാ തലത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ കോൺഗ്രസ്സിൽ ഇതൊക്കെ നടക്കുമോ? കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDFന് വലിയ നേട്ടമുണ്ടാകുമെന്ന് എല്ലാവരും കരുതിയതാണ്, കോൺഗ്രസ്സുകാരൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ സാറേ, പല മണ്ഡലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തുകളിൽ ഏജന്റന്മാരായിട്ടിരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്തെ കാര്യം എനിക്കറിയാവുന്നതാണ്, പലയിടത്തും ഉണ്ടായിരുന്നില്ല. അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ സംഘടനാസ്ഥിതി. നല്ല നേട്ടമുണ്ടാക്കുമെന്ന് ഉറപ്പുള്ള തെരഞ്ഞെടുപ്പിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു സുധാകരൻ പ്രസിഡൻ്റായപ്പോൾ പറഞ്ഞിരുന്നത്? സുധാകരൻ പ്രസിഡന്റ്, സതീശൻ പ്രതിപക്ഷ നേതാവ്. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് നോക്കട്ടെ ഈ പാർട്ടിയെ നന്നാക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ പാർട്ടി ഇപ്പോഴും പഴയ തിരുനക്കരയിൽ തന്നെ വഞ്ചി കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സംഘടനാ സംവിധാനം അങ്ങനെയാണ്. ഇവിടെ എന്തോ കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികൾ, കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി CUC കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എത്ര ശതമാനം സ്ഥലങ്ങളിൽ CUC ഉണ്ടായി? അല്ലെങ്കിൽ സെമി കേഡർ എന്നൊക്കെ പറഞ്ഞു. നമ്മളൊക്കെ അങ്ങ് ആഗ്രഹിച്ചു പോയി കോൺഗ്രസ് പാർട്ടി ഇതാ സെമി കേഡറാവുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ വേണു ഇതൊക്കെ സംസാരിക്കുന്നത് വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. വേണു ഇവിടെയൊക്കെ ഉണ്ടാവണം. ഈ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് നടപ്പാകണം. പക്ഷെ വേണു ഒരു കാര്യം ഒരു പഴയ സുഹൃത്ത് എന്ന നിലയിൽ ഓർപ്പിക്കുകയാണ്. എന്നെ അങ്ങ് മൈനസ് ചെയ്തേക്കൂ എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടു. പക്ഷേ ഇത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ്സിൽ നാളെ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞതിന് നാളെ എന്തെങ്കിലും വിലയുണ്ടോ, പ്രാധാന്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ മൈനസ് ചെയ്ത് മാറി നിൽക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്രത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച മാതിരിയുള്ള സംഭവവികാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഇവിടുത്തെ സാന്നിധ്യം ഈ 2 വർഷം കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും.